തിരുക്കരത്താൽ വാഹിച്ചുവെന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ആമീൻ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. നിൻ വചനം ധ്യാനിക്കുമ്പോൾ എൻ ഹൃദയം ആശ്വസിക്കും. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. ആമി. കൂരിരുളിൻ താഴ്വരയിൽ ദീപമതാ നിൻമൊഴികൾ. തിരുക്കരത്താൽ വാഹിച്ചുവെന്നെ തിരുഹിതം പോൽ നടത്തേണമേ. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ആമി. കുശവൻ കയ്യിൽ കളിമണ്ണു ഞാൻ, അനുദിനം നീ പണിയണമേ. ദൈവത്തിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ജീസസ് പവർ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലൂടെ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം പറയുവാൻ സർവകൃപാലുവായ ദൈവം തന്ന ഭാഗ്യപദവി ഓർക്കുമ്പോൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ലൈവിലൂടെ കർത്താവിൻ്റെ മാറ്റമില്ലാത്ത വചനത്തെ ശ്രവിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, പ്രത്യേകിച്ച് ഗ്രൂപ്പ് അഡ്മിന്മാർക്കും മെമ്പേഴ്സിനും എല്ലാവർക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹ വന്ദനങ്ങളെ അറിയിക്കുന്നു. ഈ രാത്രികാലം കർത്താവിൻ്റെ വചനമായിട്ട് നിങ്ങളുടെ മുമ്പിൽ വരുവാൻ ഒരിക്കൽ കൂടെ എൻ്റെ സ്വർഗത്തിലെ പിതാവ് തന്ന ഭാഗ്യപദവി ഓർക്കുമ്പോൾ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്ന മെസ്സേജ് എന്ന് വെച്ചാൽ ദൈവിക കൃപ ലഭിച്ച ഭക്തനെ പറ്റിയാണ്. പ്രൈസ് ദി ലോർഡ്. എന്താണ് ദൈവിക കൃപ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഈ ലോകത്തിൽ ഒരു ഭക്തന് മുൻപോട്ട് പോകണമെങ്കിൽ ദൈവിക കൃപ അത്യാവശ്യ ഘടകമാണ്. ദൈവിക കൃപയില്ലാതെ ഒരു സെക്കൻഡ് പോലും നമുക്ക് ഈ ഭൂമിയിൽ നിൽക്കുവാൻ സാധ്യമല്ല. ഈ ദിവസങ്ങളിൽ ആ ദൈവിക കൃപയ്ക്കായി നാം വാഞ്ചിക്കണം, ആഗ്രഹിക്കണം. അങ്ങനെയെങ്കിൽ അല്പസമയത്തെ ചിന്തയ്ക്കായി ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം അവിടെ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു എന്ന് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഇതിൻ്റെ 5-ാം വാക്യം 5 തൊട്ടുള്ള വാക്യങ്ങൾ നാം പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷം ഉള്ളതത്രയെന്ന് യഹോവ കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങൾ എല്ലായ്പ്പോഴും ദോഷം ഉള്ളത് എന്ന് യഹോവയായ ദൈവം കണ്ടു. ഒന്നോർക്കണം, ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യൻ ദൈവഹിതപ്രകാരം ദൈവിക കൃപയ്ക്കുള്ളിൽ വസിക്കാതെ സ്വന്തം ആലോചന പ്രകാരം സ്വന്തം ഇഷ്ടപ്രകാരം ജീവിച്ചു. അവിടെ 5-ാം വാക്യത്തിൽ പ്രാരംഭത്തിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷം ഉള്ളത് അത്രയെന്ന് യഹോവയായ ദൈവം കണ്ടു. പ്രൈസ് ദി ലോർഡ്. അടുത്ത വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് അനുദപിച്ചു. പ്രിയരെ, നമ്മെ നോക്കി ദൈവം
അനുദപിക്കരുത് കേട്ടോ. നമ്മെ നോക്കി ദൈവം അനുദപിക്കാറുണ്ടോ, സന്തോഷിക്കാറുണ്ടോ എന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കണം. ഈ രാത്രികാലം ജീസസ് പവർ മിനിസ്ട്രി എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിലുള്ള അഭിഷിക്തന്മാരെ, സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിൽ ദൂത് കൈമാറിക്കൊള്ളട്ടെ. എന്നെയും നിങ്ങളെയും നോക്കി ദൈവം അനുദപിക്കുമോ? ഇവിടെ ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് അനുദപിച്ചു. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഒരു ലോകപ്രകാരം ഒരു മാതാവിനും പിതാവിനും തൻ്റെ കുഞ്ഞുങ്ങൾ അവരുടെ ആലോചന പ്രകാരം, അവരുടെ ഇഷ്ടപ്രകാരം നടന്ന് അവരാഗ്രഹിക്കുന്ന അളവിൽ ആകണമെന്നാണ് ലോകപ്രകാരമുള്ള ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും ആഗ്രഹം. അവർ ആഗ്രഹിക്കുന്ന അളവിൽ ഇല്ല എങ്കിൽ ആ കുഞ്ഞുങ്ങളെ നോക്കി ആ മാതാപിതാക്കൾ എന്ത് ചെയ്യും? അനുദപിക്കും. ഒന്നോർക്കണം, അത് ഭൂമിയിലുള്ള ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും, നമുക്ക് ജന്മം തന്ന ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും കാര്യമാണ്. അവർ ആഗ്രഹിക്കുന്ന അളവിൽ ആ കുഞ്ഞുങ്ങൾ എത്തിയില്ല എങ്കിൽ അവർ ദുഃഖിക്കുമല്ലയോ? അങ്ങനെയെങ്കിൽ നമ്മെ സൃഷ്ടിച്ച, നമ്മെ മെനഞ്ഞെടുത്ത ആ സൃഷ്ടികർത്താവായ ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ ഇല്ലെങ്കിൽ പ്രിയരെ, നമ്മെ നോക്കി ദുഃഖിക്കുവാനിടയായിത്തീരും. ഇവിടെ നോഹയുടെ കാലഘട്ടത്തിൽ അങ്ങനെ ദുഷ്ടത നിറഞ്ഞ, ദൈവഹിതമല്ലാതെ സ്വന്തം ഇഷ്ടപ്രകാരം, സ്വന്തം ആലോചന പ്രകാരം നടന്ന ഒരു കൂട്ടം മനുഷ്യരെയാണ് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അപരാമനഘടക ശംധുനി റീകൽക്കമനെ ഈ രാത്രികാലം ദൈവത്തിൻ്റെ പരിശുദ്ധയാത്മാവിൽ പിന്നെയും സംസാരിച്ചു കൊള്ളട്ടെ. നാം നമ്മുടെ ഇഷ്ടപ്രകാരമാണോ, ദൈവിക ഇഷ്ടപ്രകാരമാണോ നടക്കുന്നത്? അടുത്ത വാക്യത്തിൽ ഇപ്രകാരം കൊടുത്തിരിക്കുന്നു: അത് അവൻ്റെ ഹൃദയത്തിന് ദുഃഖമായി. അത് ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായെന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ പ്രിയരെ, ഞാനും എന്നെയും നിങ്ങളെയും നോക്കി കർത്താവ് ദുഃഖിക്കരുതേ. ഇവിടെ ദൈവം ദുഃഖിച്ചു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ആ തലമുറയിൽ പ്രൈസ് ദി ലോർഡ് ഒരു വ്യത്യസ്തനായ ഒരുവനെ എൻ്റെ ദൈവം കണ്ടു. ഈ തലമുറയിൽ ഞാനും നിങ്ങളും ഈ ലോകം ദുഷ്ടത പ്രവർത്തിക്കുമ്പോൾ, ഈ ലോകം ദൈവത്തിൻ്റെ ഹിതമല്ലാതെ ജീവിക്കുമ്പോൾ, എന്നാൽ ഞാനും എന്നെയും നിങ്ങളെയും നോക്കി വ്യത്യസ്തരെന്ന് ദൈവം പറയുമോ? അവിടെ എഴുതിയിരിക്കുന്ന ഇപ്രകാരമാ: എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. കൃപ എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം അർഹത ഇല്ലാത്ത ദാനം എന്നാണ്. ഇവിടെ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. അവിടെ നോഹയ്ക്ക് കാറ് ലഭിച്ചുവെന്നോ, ധനം ലഭിച്ചുവെന്നോ, വസ്തുവകൾ ലഭിച്ചുവെന്നോ എന്നുള്ളതല്ല അവിടെ എഴുതിയിരിക്കുന്നത്. ഉദരാമനക ശംധുനി റീബൽക്കമനെ, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. മഷളത്വം നിറഞ്ഞ ദുഷ്ടതലമുറയിൽ നോഹ ഒരു വ്യത്യസ്തനായിരുന്നു. നോഹയെ നോക്കി ഇത് വേറെ ആരുമല്ല, യഹോവയായ ദൈവം തന്നെ പറഞ്ഞു, എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആ വാക്യത്തിൽ കൈവച്ചുകൊണ്ട് നമുക്ക് ഓരോരുത്തർക്കും പറയാൻ പറ്റുമോ എനിക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുവെന്ന്? ഈ തലമുറയിൽ വഷളത്വവും ദുഷ്ടത നിറഞ്ഞ ഈ തലമുറയിൽ ഞാനും നിങ്ങളും ഒരു വ്യത്യസ്തരാകണം. നോഹയെ നോക്കി ദൈവം പറഞ്ഞു, പ്രൈസ് ദി ലോർഡ്, യഹോവയുടെ കൃപ ലഭിച്ചുവെന്ന്, ദൈവത്തിൻ്റെ കൃപ ലഭിച്ചുവെന്ന്. പ്രൈസ് ദി ലോർഡ്. അതിൽ പരം ഭാഗ്യം എന്താണ് പ്രിയ സഹോദരങ്ങളെ, പ്രിയ ദൈവദാസന്മാരെ ഉള്ളത്? രമനക ശംധുനി, ആ ദൈവിക കൃപയ്ക്കായി ഒരു വാഞ്ച ഉണ്ടാകണം, ഒരാഗ്രഹം ഉണ്ടാകണം. ലഗതുനി, എന്തുകൊണ്ടായിരിക്കും നോഹയ്ക്ക് ആ ദൈവിക കൃപ ലഭിച്ചത്? പ്രൈസ് ദി ലോർഡ്. നമുക്ക് താഴോട്ട് ഭാഗുമ്പോൾ ഇങ്ങനെ 9-ാം വാക്യത്തിൽ കാണുന്നു, നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ. അടുത്ത ശ്രദ്ധിക്കണമേ, നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ഒന്ന്, നോഹ നീതിമാനായിരുന്നു, തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനായിരുന്നു. ഇതുപോലെ പഴയ നിയമത്തിലെ വേറൊരു ഭക്തനാണ് യോബ്. യോബ് നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു,
ദോഷം വിട്ട് അകലുന്നവനായിരുന്നു. എന്നാൽ ഇവിടെ പറഞ്ഞിരിക്കുന്നു നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. ഈ തലമുറയിൽ എന്നെയും നിങ്ങളെയും നോക്കി കർത്താപ്പച്ചൻ പറയുമോ നിഷ്കളങ്കനെന്ന്? ജീസസ് പവർ മിനിസ്ട്രിയിലുള്ള ഗ്രൂപ്പ് മെമ്പേഴ്സെ, ദൈവദാസന്മാരെ, എന്നെയും നിങ്ങളെയും നോക്കി പറയുമോ? പ്രൈസ് ദി ലോർഡ്. ഈ തലമുറയിൽ നീതിമാനെന്ന് നിഷ്കളങ്കനെന്ന് പ്രൈസ് ദി ലോർഡ് പറയണം. ദൈവം സാക്ഷ്യം പറയണം കേട്ടോ. എന്നാൽ അടുത്ത വാക്യത്തിൽ ഇപ്രകാരം കൊണ്ട് പറഞ്ഞിരിക്കുന്നു, നോഹ ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഒന്ന്, നോഹ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. രണ്ട്, അടുത്തതായി മൂന്നാമത് പറഞ്ഞിരിക്കുന്നു ദൈവത്തോട് കൂടെ നടന്ന ഭക്തനായിരുന്നു നോഹ. പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശ്രദ്ധിക്കണമേ, നാം ലോകപ്രകാരമുള്ള ഒരു സ്നേഹിതൻ്റെ കൂടെ നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് ആ സ്നേഹിതന് ഒരു സന്തോഷമുണ്ടാകും. മാത്രമല്ല നമുക്കും അല്പം ഒരു സന്തോഷമുണ്ടാകും. എന്നാൽ പ്രിയരെ, അതരാമനഘടക ശംതുരി റീവൽക്കമനം, ആ സന്തോഷം താൽക്കാലികമാണ്. നീ ആരുടെ കൂടാണ് ഞാനും നിങ്ങളും നടക്കുന്നത്? നോഹ ദൈവത്തോട് കൂടെ നടന്നു. പ്രൈസ് ദി ലോർഡ്. ലോകപ്രകാരമുള്ള ഒരു സ്നേഹിതൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ അല്പനേരത്തേക്കുള്ള ഒരു സന്തോഷമേ ഉള്ളൂ. എന്നാൽ ആ സന്തോഷം താൽക്കാലികമാണ്, അത് നിലനിൽക്കുന്നതല്ല. എന്നാൽ അതിനപ്പുറമായി യേശു കർത്താവിൻ്റെ കൂടെ നടന്നാൽ പ്രിയരെ, പ്രിയ ദൈവമക്കളെ, പ്രിയ ദേവദാസന്മാരെ, അത് മതി. ആ കർത്താവിനോട് കൂടെ ഞാനും നിങ്ങളും നടക്കുന്നുണ്ടോ? പഴയ നിയമ ഭക്തനായ നോഹയെ പറ്റി ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞു. ദൈവത്തോട് കൂടെ നടന്ന ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. ആ ദൈവത്തോട് കൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ സന്തോഷം നമുക്ക് പ്രൈസ് ദി ലോർഡ് വളരെ നാളുകൾക്ക് ശേഷം നമ്മുടെ ഒരു കൂട്ടുകാരനെ കണ്ടുമുട്ടി. ആ കൂട്ടുകാരൻ്റെ കൂടെ നാം നടക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് നമുക്ക് ആ സന്തോഷം പറഞ്ഞറിയിക്കാൻ ഒക്കത്തില്ല, ഇല്ലയോ? എന്നാൽ അതിനപ്പുറമായി എൻ്റെ വലിയവനായ ദൈവത്തിൻ്റെ കൂടെ നടക്കുമ്പോൾ, ആ കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് പറയുമ്പോൾ, ആ കർത്താവിനെ പറ്റി മറ്റുള്ളവരോട് ഷെയർ ചെയ്യുമ്പോൾ എൻ്റെ ദൈവം സന്തോഷിക്കും. അങ്ങനെയെങ്കിൽ നാം ഈ തലമുറയിൽ ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ഭക്തനായി മാറണം. അതരാമനഘടക ശംതുനി റീവൽക്കമനെ, ഞാനും നിങ്ങളും ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു സ്വഭാവം നമ്മളിലുണ്ടോ? ഇല്ല എങ്കിൽ ഈ രാത്രികാലം വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു ദൈവത്തോട് കൂടെ നടക്കണം. അതുകൊണ്ട് എന്ത് ചെയ്തു? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഈ ദിവസങ്ങളിൽ ആ കൃപ എൻ്റെ മേൽ പകരണമേ എന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. എത്ര പേർ ഈ രാത്രികാലം ആ ഒരു വാഞ്ചയുണ്ടാകും? ആ ദൈവീയ കൃപ എൻ്റെ മേലൊന്ന് പകരണമേ. കർത്താവേ, ഒന്നും ലഭിച്ചില്ല എങ്കിലും എൻ്റെ ജീവിതത്തിൽ ആ ദൈവീയ കൃപ പകരണമേ. ഓ റീമാന ഹംസന ജഗതുനി, ആ കൃപയുണ്ടെങ്കിൽ പ്രിയരെ അത് മതി. പ്രൈസ് ദി ലോർഡ്. അർത്ഥൽ ജനാദര മാത്രമല്ല, നമുക്കറിയാം പഴയ നിയമ ഭക്തനായ ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അവിടെ ഉൽപ്പത്തി പുസ്തകം 5-ാം അധ്യായം നാം പരിശോധിച്ച് നോക്കുമ്പോൾ ഇപ്രകാരം കാണുന്നു. അതിന് 24-ാം വാക്യത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തു കൊണ്ടതിനാൽ കാണാതെയായി. മരണം കാണാതെ പഴയ നിയമത്തിൽ എടുക്കപ്പെട്ട ഒരു ഭക്തൻ. പ്രൈസ് ദി ലോർഡ്. ഹാനോക്ക്. അടുത്തതായി നമുക്കറിയാം ഏലിയാവ് നമുക്ക് സമ സ്വഭാവമുള്ള മനുഷ്യനായിരുന്നു. അതരാമനഘടക ശംതുനി. അങ്ങനെയെങ്കിൽ പ്രിയരെ, ഈ രാത്രികാലം നാം ദൈവത്തോട് കൂടെ നടക്കുവാൻ തയ്യാറാണോ? മാത്രമല്ല, നോഹ ദൈവത്തോട് കൂടെ നടന്നതുകൊണ്ട് ദൈവിക പദ്ധതിക്കായി നോഹയെ ദൈവം ഉപയോഗിച്ചു. അങ്ങനെയെങ്കിൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിൽ വീണ്ടും ദൂത് കൈമാറിക്കൊള്ളട്ടെ. ദൈവത്തോട് കൂടെ നടക്കുവാൻ ദൈവകൃപയ്ക്കായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതരമന ദൈവിക പദ്ധതി ഈ തലമുറയിൽ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ നിറവേറും.
എത്ര പേർക്ക് ആ ദൈവിക പദ്ധതിക്കായി ഒരാഗ്രഹമുണ്ട്, ഒരു വാഞ്ചയുണ്ട്. അംശൽ ഖമന ഘടകം അവിടെ വീണ്ടും ആ 8-ാം വാക്യം ഞാൻ വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ആ കൃപ ഈ നാളുകളിൽ എൻ്റെ മേലൊന്ന് വരണമെന്ന് എത്ര പേർക്ക് ഒരാഗ്രഹമുണ്ട്? അംശൽ ഖമന കൃപ നമ്മുടെ മേലുണ്ടാവണം. പ്രൈസ് ദി ലോർഡ്. ആ കൃപയുണ്ടെങ്കിൽ പ്രിയരെ അത് മതി. നോഹയെ ദൈവത്തിനൊരു നാവായി ആ തലമുറയിൽ മാറ്റി. അങ്ങനെയെങ്കിൽ എന്നെയും നിങ്ങളെയും ഈ തലമുറയിൽ ഒരു ദൈവത്തിൻ്റെ നാവായി ദൈവത്തിൻ്റെ കൃപയ്ക്കുള്ളിൽ വസിക്കുന്ന ഒരു ഭക്തനാക്കി തീർക്കണമേ. പ്രൈസ് ദി ലോർഡ്. എൻ്റെ ദൈവം എന്നെക്കുറിച്ച് സാക്ഷ്യം പറയണമേ എന്ന് നമുക്കൊരു ആഗ്രഹമുണ്ടാകണം. ബലഘടക ശംധുനി റബൽഖമനം ഈ രാത്രികാലം ദൈവത്തിൻ്റെ ആമ വീണ്ടും തൂത് കൈമാറിക്കൊള്ളട്ടെ. നോഹ ദൈവത്തോട് കൂടെ നടന്നു, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. ആ തലമുറയിൽ വഷളത്വം നിറയുമ്പോൾ, ദുഷ്ടത നിറഞ്ഞ തലമുറയിൽ നോഹ ഒരു വ്യത്യസ്തനായെങ്കിൽ ഞാനും നിങ്ങളും ഈ തലമുറയിൽ ഒരു വ്യത്യസ്ത സ്വഭാവമുള്ളവരായി മാറണം. അതരാമനക എത്ര പേർക്ക് ഒരാഗ്രഹമുണ്ട്, ദൈവമേ ആ കൃപ എൻ്റെ മേലൊന്ന് പകരണമേ, ഞാൻ അങ്ങയോട് കൂടെ നടക്കുന്നവനാക്കി എന്നെ തീർക്കണമേ. ലോകപ്രകാരം നടക്കുന്നവനാക്കിയല്ല, ലോകപ്രകാരം പലരുടെയും കൂടെ നീ നടന്നു, എന്തെങ്കിലും പ്രയോജനമുണ്ടായോ? എന്നാൽ നടക്കേണ്ടവരുടെ കൂടെ നടന്നു കഴിഞ്ഞാൽ ആ ദൈവിക കൃപ നിന്റെ മേൽ എൻ്റെ മേൽ ലഭിക്കുക തന്നെ ചെയ്യും. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ 2 കൊരിന്ത്യർ ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ഓ ഷാമാന ഹസ്തന ജഗൽതുനി അർത്ഥൽ ഖമാന ഗസ്തേനി 2 കൊരിന്ത്യർ ലേഖനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവിൻ്റെ രക്തത്താൽ അധരമന ഘടക ശംധന നാം പരിശോധിക്കുമ്പോൾ 12-ാം അധ്യായത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അതിൻ്റെ 9-ാം വാക്യത്തിൽ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തിയിൽ ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഇതാരാണ് പറഞ്ഞത്? അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്. തൻ്റെ ജഡത്തിലൊരു ശൂലമുണ്ടായിരുന്നു, ആ ശൂലം മാറണമെന്ന്, ആ ബലഹീനത മാറണമെന്ന് ദൈവത്തോട് അപ്പോസ്തലനായ പൗലോസ് പ്രാർത്ഥിച്ചു. പൗലോസ് ആരായിരുന്നു? ഗമാലിയന്റെ പാദപീഠത്തിലിരുന്ന് സകല യഹൂദ വിദ്യകളും പഠിച്ചവൻ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. എല്ലാ സമ്പത്തിന്റെ ഉടമയായ പൗലോസ്, സകല വിദ്യാഭ്യാസമുള്ള പൗലോസ്, എബ്രായിൽ ജനിച്ച എബ്രായൻ. ആ പൗലോസ് പറയുകയും ആ പൗലോസിനോട് ചില ബലഹീനതകൾ, ആ ജലത്തിലെ ശൂലം മാറണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ അതരമനഘടക ശംധുന ദൈവം തന്നെ പറയുകയാണ്. ദൈവത്തിനാമ പൗലോസിന് ഇപ്രകാരം സംസാരിച്ചു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞിരിക്കുന്നു. ആ കൃപ ആ പൗലോസിനോട് പറഞ്ഞെങ്കിൽ ഈ രാത്രികാലം ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിൽ ജീസസ് പവർ മിനിസ്ട്രിയിലുള്ള പ്രിയ സഹോദരങ്ങളെ, അതുപോലെ ഈ വചനത്തെ ശ്രവിക്കുന്ന മാതാവേ, പിതാവേ, പ്രിയ സഹോദര സഹോദരി, അന്തൽഖമനെ ദൈവത്തിന്റെ ആത്മാവ് വീണ്ടും പറഞ്ഞുകൊള്ളട്ടെ. ആ കൃപ എൻ്റെ മേലും നിങ്ങളുടെ മേലും ഒന്ന് വരുവാൻ എത്ര പേർക്ക് ഈ രാത്രികാലം ഒരു ആഗ്രഹമുണ്ട്? ആ പൗലോസിന്റെ മേൽ ആ കൃപ ലഭിച്ചു കേട്ടോ. അധരമന ഘടക ശംതുന. എന്നാൽ ഈ രാത്രികാലം ഈ ദൈവവചനത്തിന് മുമ്പാകെ എത്ര പേർക്ക് സമർപ്പിക്കുവാൻ തയ്യാറാണ്? അംശൽഖമന ആ ജഡത്തിലുള്ള ശൂലം മാറുവാൻ പൗലോസ് ദൈവത്തോട് പ്രാർത്ഥിച്ചു. നാമും പലപ്പോഴും പല കാര്യങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അത് നടക്കാതിരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ദൈവിക കൃപ നിന്റെ മേൽ വെളിപ്പെടണമെങ്കിൽ ആ ജഡത്തിലുള്ള ശൂലം, പ്രൈസ് ദി ലോർഡ്, അത് മാറാതെ ഇരിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് പൗലോസ് പറഞ്ഞതുപോലെ ഇപ്രകാരം നമുക്കും പറയാം, എൻ്റെ കൃപ നിനക്ക് മതി. കർത്താവേ, ഈ തലമുറയിൽ ആ കൃപ എൻ്റെ മേൽ വരണമേ എന്ന് എത്ര പേർക്കൊരാഗ്രഹമുണ്ട്? അംശൽഖമനം ഊടൽ ലോകത്തിൽ ഒന്നും ലഭിച്ചില്ലെന്ന് പറഞ്ഞാലും ആ ദൈവിക കൃപ എൻ്റെ മേലും നിങ്ങളുടെ മേലും മതി കേട്ടോ. അംശൽഖമൻ. ഞാൻ 3 പേരെ നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തി. ഒന്ന് ഇയ്യോബ്
ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു, ഭക്തനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. യോബിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത്? നഷ്ടങ്ങളൊക്കെ സംഭവിച്ചു. ആ നഷ്ടങ്ങളെ എൻ്റെ സ്വർഗത്തിലെ ദൈവം ലാഭമാക്കി തീർത്തു. അർത്ഥശമാനകം. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. ആ ദൈവത്തോട് കൂടെ നടന്ന ഹാനോക്കിന് പരാജയമാണോ സംഭവിച്ചത്? അല്ല, ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. നിരഞ്ജന. എന്നാൽ ഈ തലമുറയിൽ എത്ര പേർക്ക് ആ ദൈവത്തോട് കൂടെ നടക്കുവാൻ തയ്യാറാണ്? ആ ദൈവത്തോട് കൂടെ നടന്നു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ആ കൃപ വെളിപ്പെടും. അംശൽ കമാരകം. ഈ ദിവസങ്ങളിൽ ദൈവീയ കൃപയ്ക്കായി ഈ രാത്രികാലം ഒന്ന് വാഞ്ചിക്കുവാൻ തയ്യാറാണോ? അർത്ഥനാ ജനദുനി അംദൽഖമനെ. ഈ തലമുറയിൽ ഞാനും നിങ്ങളും നിഷ്കളങ്കതയോടെ നീതിയോടെ ഈ കർത്താവിന് വേണ്ടി നിൽക്കുവാൻ എത്ര പേർ തയ്യാറാണ്? അംശാലാധര ജഗതുനി അധരമനഘടക ശന്തൽ. അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ നിങ്ങളെ തന്നെ സമർപ്പിച്ചാട്ട്. അടകശമനകട. ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു. അർത്ഥശമനകട. നോഹയുടെ ജീവിതം നാം പരിശോധിച്ച് നോക്കുമ്പോൾ ആ തലമുറയിൽ ദുഷ്ടത നിറഞ്ഞ തലമുറയായിരുന്നു. എന്നാൽ നോഹ അതിൽ നിന്ന് വ്യത്യസ്തനായി ഹല്ലേലൂയ മറ്റുള്ളവരെ നോക്കാതെ ദൈവം പറഞ്ഞതനുസരിച്ച് അതിൽ നിന്ന് വീട പുറകോട്ട് മാറാതെ നോഹ നിന്നു. എന്നാൽ നോഹയെ നോക്കി യഹോവയായി ദൈവം തന്നെ സാക്ഷ്യം പറഞ്ഞു. ഹല്ലേലൂയ. നിഷ്കളങ്കൻ, നീതിമാൻ, ദൈവത്തോട് കൂടെ നടന്നവൻ. അതുകൊണ്ട് എന്ത് ചെയ്തു? നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. ഈ തലമുറയിൽ എനിക്കും നിങ്ങൾക്കും വേണ്ടിയത് ആ ദൈവിക കൃപയാണ്. പ്രൈസ് ദി ലോർഡ്. ശുശ്രൂഷയെ ശോഭിക്കണമോ? ശുശ്രൂഷയിൽ മുന്നേറണമോ? നമ്മുടെ ശുശ്രൂഷ അസാധാരണമാകും ദൈവിക കൃപ വെളിപ്പെടണമോ? ദൈവ സാന്നിധ്യം വെളിപ്പെടണമോ? ആ ദൈവിക കൃപയ്ക്കായി നാം വാഞ്ചിക്കണം. ഈ രാത്രികാലം അടകശമനഘടകം എത്ര പേർ ആ ദൈവിക കൃപ വാഞ്ചിക്കുന്നുണ്ട്? അങ്ങനെ ആ ദൈവിക കൃപ വെളിപ്പെടണമെങ്കിൽ ചിലതിനോട് നോ പറയണം. അംശാലഗതുനി അന്തൽക്കമന. എന്നിട്ട് ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നുപോലെ, നോഹ ദൈവത്തോട് കൂടെ നടന്നുപോലെ ലോകത്തിന്റെ പിന്നാലെ പോകാതെ, ലോകത്തിന്റെ സ്നേഹിതരുടെ പിന്നാലെ പോകാതെ ആ യേശുവിന്റെ കൂടെ നടക്കുവാൻ ഞാനും നിങ്ങളും തയ്യാറാകണം. അർമന ശരദുനി അതുരജനഘടക ശങ്കൽക്കമനെ. എത്ര പേർ ആ ദൈവത്തിന്റെ കൂടെ നടക്കുവാൻ തയ്യാറാണ്? കർത്താവേ, ഞാൻ ഇതുവരെ അങ്ങയോട് കൂടെ നടന്നിട്ടില്ല, എന്നാൽ ഇന്നു മുതൽ ഞാൻ എൻ്റെ കർത്താവിനോട് കൂടെ നടക്കുമെന്ന് എത്ര പേർ ഈ വചനത്തിന് മുമ്പാകെ സമർപ്പിക്കുവാൻ തയ്യാറാകണം? പലരുടെയും കൂടെ നടന്നിട്ടും എനിക്കൊരു പ്രയോജനവും ലഭിച്ചിട്ടില്ല. എന്നാൽ നടക്കേണ്ടവൻ്റെ കൂടെ നടന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധയാത്മാവിൽ ചിലരോട് ദൂത് കൈമാറിക്കൊള്ളട്ടെ. നടക്കേണ്ടവന്റെ കൂടെ നടന്നാൽ നിശ്ചയമായും ഒരു പ്രയോജനമുണ്ട്. ആ ദൈവിക കൃപ നമ്മുടെ മേൽ വെളിപ്പെടുക തന്നെ ചെയ്യും. ഓ ശമാനക ദുരിവിനി അർത്ഥശമനഘടകം. ആ നടക്കേണ്ടവന്റെ കൂടെ നടക്കുമ്പോൾ ആ ദൈവിക കൃപ നമ്മുടെ മേൽ എന്ത് ചെയ്യും? വെളിപ്പെട്ട് വരും. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചെങ്കിൽ ആ വാക്യത്തിൽ കൈവച്ചുകൊണ്ട് ബിബിൻ പാസ്റ്ററെ പറഞ്ഞാട്ട്, എന്നാൽ ബിബിൻ പാസ്റ്റർക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നമുക്ക് ആ കൃപ ലഭിക്കണം. ആ ലോകത്ത് ഈ കാലഘട്ടത്തിൽ ആ ദൈവിക കൃപയാണ് വേണ്ടിയത്. അപ്പോസ്തലനായ പൗലോസ് പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ ജഡത്തിലെ ശൂലം മാറുവാൻ പ്രാർത്ഥിച്ചപ്പോൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ചില ജഡത്തിലെ ശൂലമുണ്ട്. മാറാത്ത കഷ്ടതകൾ, മാറാത്ത രോഗങ്ങൾ, അടിക്കടി വരുന്ന പ്രതികൂലങ്ങൾ, ആർക്കുമില്ലാത്ത വേദനകൾ. അതെന്തിനെന്ന് ചോദിച്ചാൽ ആ ദൈവിക കൃപ നിന്റെ മേലും എൻ്റെ മേലും വെളിപ്പെടുവാൻ വേണ്ടിയാണ്. പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞിരിക്കുന്നു. ആ ബലഹീനതയിൽ തികയുന്ന, നമ്മുടെ അശക്തികളെ മാറ്റുന്ന ആ ദൈവിക കൃപ ഈ 2021 നമ്മുടെ മേൽ ഓരോരുത്തരുടെ പേരും അത് വെളിപ്പെട്ട് വരണം. നമ്മുടെ ബലഹീന അവസ്ഥകളെ, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ കുറവുകളെ അർത്ഥൽ ജനാദര പ്രബല ഘടകം പരിഹരിക്കുന്ന ആ ദൈവിക കൃപ. മറ്റുള്ളവരെ പോലെ നിനക്ക് വലിയ കഴിവില്ലയോ? അടകം ജഗൽ തുനി. എന്നാൽ അതിനപ്പുറമായി
നിന്റെ മേലൊരു ദൈവിക കൃപയുണ്ടെങ്കിൽ അർത്ഥൽ കമന കുഞ്ഞേ, സഹോദര സഹോദരി, അത് മതി. അംശൽ കമന, ലോകത്തിന്റെ ഇഷ്ടപ്രകാരവും ലോകത്തിന്റെ മോഹപ്രകാരവും ജീവിക്കാതെ ദൈവിക പദ്ധതിക്ക് കാഴ്ചകൾ വെക്കുന്ന ഒരു ഭക്തന്റെ മേൽ ദൈവിക കൃപ നിശ്ചയമായും ഉണ്ട്. ഊറാവശാന്തനാദികൽക്കമന. എത്ര പേര് ആ ദൈവിക കൃപ എൻ്റെ മേൽ വെളിപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്? അങ്ങനെയെങ്കിൽ ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കാം. നോഹയ്ക്ക് ആ തലമുറയിൽ ദൈവിക കൃപ ലഭിച്ചെങ്കിൽ, നോഹ ദൈവത്തോട് കൂടെ നടന്നവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, നീതിമാനായിരുന്നു. ദൈവം എന്തു പറഞ്ഞുവോ അതുപോലെ അനുസരിച്ച് അപ്രകാരം മുൻപോട്ട് പോകുവാൻ തയ്യാറായി. അർത്ഥൽ ജനാദര പ്രബല ഘടകം. പ്രിയ ദേവദാസന്മാരെ, പ്രിയ സഹോദരങ്ങളെ, എന്നെ ഈ ലൈവിലൂടെ വീക്ഷിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവാത്മാവിൽ വീണ്ടും ദൂത് കൈമാറിക്കൊള്ളട്ടെ. ആ ദൈവത്തോട് കൂടെ നടന്ന് ദൈവം എന്തു പറയുന്നുവോ അതനുസരിച്ച് ദൈവം ശുശ്രൂഷയ്ക്കായി എവിടെ നിന്നെ കടത്തി വിടുന്നു അവിടെ ആ പോകുവാൻ, ആരുടെ മുഖം നോക്കാതെ ദൈവത്തിന് വേണ്ടി നിൽക്കുവാൻ, ദൈവത്തിന് ഒരു നാവായി മാറുവാൻ നിങ്ങൾ എത്ര പേർ തയ്യാറാണ്? അതരമന അങ്ങനെ വരണമെങ്കിൽ ആ ദൈവീയ കൃപ നമ്മുടെ മേൽ വെളിപ്പെട്ട് വരണം. അംശൽ കപാലക ജുഡമന അന്തരാജനദുരി. ആ ദൈവീയ കൃപയ്ക്കായി നമ്മളെ തന്നെ സമർപ്പിക്കാം. അങ്ങനെയെങ്കിൽ നമുക്ക് ഈ വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിക്കുമ്പോൾ നമുക്ക് ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇത്ര നല്ല സന്ധ്യയായ സമയത്തിനായി സ്തോത്രം കർത്താവേ. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചുവെന്ന് ഉള്ള വചനം പറയുവാൻ കർത്താവെ അതിന് തന്ന ഭാഗ്യത്തിനായി സ്തോത്രം. ഇന്ന് ഈ ലൈവിലൂടെ ഈ വചനത്തെ ശ്രവിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. അർത്ഥൽ ശമന ഘടകം ഈ തലമുറയിൽ കർത്താവെ, ദുഷ്ടത നിറഞ്ഞ ഈ തലമുറയിൽ ദൈവിക കൃപ അടിങ്ങളുടെ മേൽ ഓരോരുത്തരുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ വചനം കേട്ട പ്രിയപ്പെട്ടവരെ, അസാധാരണമാകുന്ന ദൈവിക കൃപ വെളിപ്പെട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതരമന ഘടക ശാന്തുനാരകൾ തന. ആരെങ്കിലും വേദനയോടെ ഭാരത്തോടെ കർത്താവേ ഈ വചനം കേട്ടിട്ടുണ്ടെങ്കിൽ അർത്ഥശമന ഘടകം ആ ദൈവിക കൃപ അവരുടെ മേൽ വെളിപ്പെട്ട് വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തോട് കൂടെ നടന്നവനായി, നിഷ്കളങ്കനായി, നീതിമാനായി ഈ തലമുറയിൽ അടികളെ ഓരോരുത്തരെ നോക്കി ദൈവിക കൃപ ലഭിച്ചുവെന്ന് കർത്താവ് ദൈവം തന്നെ, കർത്താപ്പശൻ തന്നെ അടികളെ പറ്റി സാക്ഷ്യം പറയുവാൻ സ്വർഗമേ അവിടെ നിടയാകണം. പ്രത്യേകിച്ച് കർത്താവേ, ജീസസ് പവർ മിനിസ്ട്രി എന്ന് പറയുന്ന ഈ ഗ്രൂപ്പിനെ അപ്പച്ചൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധയാത്മാവിൻ്റെയും നാമത്തിൽ അങ്ങയുടെ ദാസനാകുന്ന അടിയൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രവൃത്തി വെളിപ്പെട്ട് വരട്ടെ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് എനിക്കിങ്ങനെ വചനം ശുശ്രൂഷിക്കുവാൻ അവസരം തന്ന കർത്തൃദാസൻ ബിബിൻ ജോസഫ് ദേവദാസനോട് കർത്താവിൻ്റെ നാമത്തിലുള്ള നന്ദിയെ അറിയിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. മറന്നു പോകരുത്, ഈ തലമുറയിൽ ദൈവിക കൃപയ്ക്കായി ഒരു വാഞ്ച നമുക്കുണ്ടാകണം. സർവശക്തനായ ദൈവം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you all. Maranatha.